ഈശ്വര, കൃത്യ സമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ, ഒരു 100 രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ, എന്താ വഴിന്ന്. എത്ര തവണയായി ഓരോ നുണയും പറഞ്ഞ് നീ അവിടെ നിന്ന് കടം വാങ്ങുന്നു, എന്തെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയ ഒരു പേരിട്ടത്, വേൾഡ് ബാങ്ക്, ലോക ബാങ്ക്. വർഷ, ഗുഡ് മോർണിംഗ്. സോറി, ഐ എം റിയലി സോറി. താൻ തടഞ്ഞു വേണതിന് ഞങ്ങളോട് എന്തിനാ സോറി പറയുന്നത്? ഒന്നുമില്ല, എന്നാലും സോറി. താങ്ക് യു. ഓ സോറി, മറന്നു. ബിജു, എന്താ ബർത്ത്ഡേയാ? ഓ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. താങ്ക്സ്. കഴിഞ്ഞ ആഴ്ചയല്ലേ സ്വീറ്റ്സ് തന്നത്? അപ്പൊ ആരുടെ ബർത്ത്ഡേ ആയിരുന്നു? അതെന്റെ. അപ്പോ കഴിഞ്ഞ മാസോ? അത് മമ്മിയുടെ. അപ്പൊ ഇതോ? ഇത് ഗ്രാൻഡ് മദറിന്റെ. ഷീസ് 86 നൗ. എന്റെ അമ്മ, എടാ ബിജു, നീ പറഞ്ഞ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ തിരിച്ചെടുത്തോ? എനിക്ക് വർഷയോടൊരു കാര്യം പറയണ്ടായിരുന്നു. എന്താ പക്ഷേ? ഹലോ. പ്രായമായ 3 സഹോദരിമാര്, രോഗിയായ അമ്മ, വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴുക്കുടിയനായ അച്ഛൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിലെ നിർധനനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെ പോലെ മോഹങ്ങളുണ്ടാവില്ലേ? അതൊരു തെറ്റാണോ? വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കുന്നത്, ഒരു ചായ കുടിക്കുന്നത് പാവാണോ? എന്നിട്ടോ മൂർഖം കടക്കാരൻ ഭാസ്കരേട്ടൻ എന്റെ കുത്തിരി പിടിച്ചു നിർത്തി. ഒരു 100 രൂപ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാമായിരുന്നു. ഞാൻ തന്നല്ലോ, അത് അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തില്ലേ? അത് ജ്യൂസ് കടക്കാരൻ ദേവസ്യേട്ടന്റെ മുഖത്ത്. ഇത് മനസ്സിലായി. ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് പല കുട്ടികളും എന്റെ കാശ് വാങ്ങുന്നുണ്ട് ഭവിഷ്യ. എന്നെ കൂടുതൽ പെടുത്തരുത്. അയ്യോ ഇല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. 100 രൂപയല്ലേ, തരാം. എല്ലാം കൂടി മറക്കാതെ അടുത്ത ആഴ്ച തിരിച്ചു തന്നേക്കണം. ഉറപ്പാണേ? അതുറപ്പ്. അപ്പൊ അങ്കിൾസോ ക്യാൻറ്റീൻസോ? അതവന്റെ പോക്കറ്റ്സിൽ. താങ്ക് യു. ഒരുപാട് ആയിട്ട് അലച്ചതാണ് മോനെ. ഏയ് വർഷ, എനിക്ക് മാത്രം സ്വീറ്റ്സ് തന്നില്ല. ഓ ഐ ആം സോറി. ഇയാൾ എനിക്ക് മാത്രം എന്താ സ്വീറ്റ്സ് തരാത്ത? ഐ ആം റിയലി സോറി, ഞാൻ മറന്നു. ഇതിപ്പോ ആദ്യമല്ലല്ലോ ഇങ്ങനെ നിനക്ക് സ്വീറ്റ്സ് തരാൻ മറക്കുന്നതും പിന്നെ പ്രത്യേകമായിട്ട് തരുന്നതും. അതിലെന്തോ ഇല്ലേ? അങ്ങനെ അങ്ങനെ വരട്ടെ, ഇത്തവണയും നിനക്ക് സ്പെഷ്യൽ. ഇതിലെന്തോ ഉണ്ട് മോഞ്ഞേ. ഞാൻ പോരാ. ഓയ് വർഷ, എന്താ അത്? അത് ചോക്ലേറ്റ് ആണോ? വെറും ചോക്ലേറ്റ് അല്ല, സ്പെഷ്യൽ ചോക്ലേറ്റ്. വെരി സോറി. അതെന്താ അവന് മാത്രം സ്പെഷ്യലും ഞങ്ങൾക്കൊക്കെ ഞെണുങ്ങുമുട്ടായും? അതിപ്പോ അറിയാതെ സോറി. എന്റെ കയ്യിൽ വന്നത് ഞാനും കൊടുത്തു, അത്ര തന്നെ. കഴിഞ്ഞ ആഴ്ചത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ആയിരുന്നോ? ഞാൻ ഓർക്കുന്നില്ല. കഴിഞ്ഞ മാസത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പോഴും അങ്ങനെയായിരുന്നോ? അയ്യോ ഐ ആം സോറി. അതെ, ഞങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് തരുമ്പോ അവന് മാത്രം കൊടുക്കാൻ മറക്കുന്ന എന്താ? അത് പിന്നെ കഴിഞ്ഞ ആഴ്ച മറന്നു അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വല്ല പ്രേമമാണ് പരിപാടിയെങ്കിൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കും, മനസ്സിലായോ? പോട്ടെ. സോന, ഇതിനി ആരോടും പറഞ്ഞ് ചളവാക്കരുത് കേട്ടോ. അതെനിക്കൊന്ന് ആലോചിക്കണം പ്ലീസ്. അവളൊരു പാവല്ലടാ, നിനക്കതിനെ പ്രേമിച്ചൂടെ? എന്തിനാ ഈ ജാടാ? ആദ്യം വീഴാതെ സ്റ്റെഡിയായിട്ട് നടക്കാൻ പഠിക്കട്ടെ, എന്നിട്ടാവാം. അവൾ ഇപ്പോഴും അമ്മയുടെ മുലപ്പാല് കുടിക്കാറുണ്ടെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. സോറി ട്ടോ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ത്യയിലെ തന്നെ യുവ ഗായകന്മാർക്ക് കിട്ടുന്ന അത്യപൂർവമായ ഒരു ബഹുമതിക്ക് ഉടമസ്ഥനായിരിക്കുകയാണ് നമ്മുടെ കോളേജിലെ MA വിദ്യാർത്ഥിയായ പ്രകാശ് മാത്യു. TV-യിലൂടെ പ്രകാശ് മാത്യുവിന്റെ ഗാനം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് സംഗീത പ്രേമികളുടെ ആരാധനാ പാത്രവുമായിരിക്കുകയാണ് ഈ യുവഗായകൻ. നമ്മുടെ കലാലയത്തിന് എല്ലാം കൊണ്ട് അഭിമാനിക്കാവുന്ന ഒരു ബഹുമതിയാണിത്.
കോളേജ് യൂണിയന്റെ ഒരു ഉപഹാരം പ്രകാശ് മാത്യുവിന് നൽകുവാൻ കോളേജ് യൂണിയൻ ചെയർമാൻ വിദ്യാധരനെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ കോളേജിന്റെ അഭിമാനമായ പ്രകാശ് മാത്യു ഇനിയും എത്രയോ ബഹുമതികൾ ഇതുപോലെ നേടിക്കൊണ്ടുവരുമെന്ന ഉറപ്പ് എനിക്കുണ്ട്. കമോൺ ബോയ്സ്, പ്ലീസ് നിർത്തൂ. പ്രകാശ് മാത്യു പാടുന്നതാണ്. പ്ലീസ് പ്രകാശ് മാത്യു. പ്രകാശിന്റെ മേരി ആവാസ് സിനിമയ്ക്കും ഇന്നത്തെ ഈ അടിച്ചുപൊളി പാട്ടിനും പിന്നെ ഈ 5 സ്റ്റാർ പാർട്ടിക്കും ഹം ദിൽ ദേ ചുക്കെ സേ. അപ്പോഴേ സാറേ, കള്ളും കുടിച്ചോണ്ട് ഇവിടെ ഇരുന്ന് നേരം വൈകിയ ഞാൻ അങ്ങ് പോകും. അയ്യോ, ഇത് കള്ളല്ല മാഡം. ദിസ് ഈസ് ഇമ്പോർട്ടഡ് ബിയർ ഫ്രം ഹോളണ്ട്. കഴിക്കുന്ന ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ ഇതിനെ കള്ളെന്ന് വിശേഷിപ്പിച്ചേ ഉള്ളൂ. നമ്മളെ വിട്ടേക്ക് മാഷേ. അങ്ങനെ ഓയ്, ഐ ഡോണ്ട് തിങ്ക് സോ. ഹായ് സോന. ഹായ്. സോന മാത്രമേ എനിക്ക് കൺഗ്രാറ്റുലേഷൻസ് പറയാതെ ഉള്ളൂ. ആണോ? ഓക്കേ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സി, എൻ്റെ ഫാമിലിയിൽ ആരും തന്നെ മ്യൂസിക്കുമായി ഒരു ബന്ധമില്ലാത്തവരാ. യു നോ, മൈ പേരൻസ് ആർ ഇൻ ദ സ്റ്റേറ്റ്സ്. ഇവിടെ നാട്ടിൽ വന്നേ പിന്നെയാ എനിക്ക് ഇങ്ങനെ ഒരു ക്രേസ്. അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ആണ് പഠിച്ചത്. വെൽ, സോനയും നന്നായി പാടുന്നുണ്ടല്ലോ. എന്നെ പോലെ ചുമ്മാ ഒരു രസത്തിന് പാടുന്നതോ അതോ ക്ലാസിക്കലായി പഠിച്ചതാണോ? പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് പഠിക്കാൻ ഞാൻ എന്ന് വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് സാധകം ചെയ്യും. 10 years? My goodness. You have a very sweet voice. ആരാ ഗുരു? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. ആഹാ. How sweet. How sweet you are. പ്രകാശിന്റെ ചിക്കനും ഫ്രൈഡ് റൈസും തിരക്കേടില്ല അല്ലേ? ഇത് പറയാനാണോ ഈ വിളിച്ചത്? ഛേ, അല്ലടാ, ഒരു വലിയ തമാശ നിന്നോട് പറയാൻ മറന്നു ഞാൻ. അതെന്താ മറന്നു ഞാൻ ആലോചിക്കുന്നത്. നീ കാര്യം പറ. മൂപ്പിലാൻ സ്റ്റേറ്റ്സിൽ തന്നെയാണോ ജനിച്ചതും വളർന്നതും? അല്ല, എനിക്കൊരു സംശയം. എന്താ കാര്യം? പെൺകുട്ടികളോട് സംസാരിക്കുമ്പോ നീ വേർക്കാറുണ്ടോ? പക്ഷേ മൂപ്പിലാൻ ഭയങ്കരമായി വേർത്തു. അതിന് ലക്ഷണം എന്തോടാ? അതിന്റെ പേരിലടാ നിങ്ങൾ പറയാറുള്ള ഈ ഒലിപ്പീര്. ആ, അത് തന്നെ. പ്രകാശൻ എന്നോട് ഒലിപ്പീര് തുടങ്ങി. അവൻ പറയാ ഹൗ സ്വീറ്റ് യു ആർന്ന്. നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നേ? നിന്നോട് ഒലിപ്പിക്കണമെങ്കിൽ ഒരു കാര്യം തീർച്ചയായും, അവൻ സ്റ്റേറ്റ്സിലല്ല ജനിച്ചു വളർന്നു. വല്ല ഉഗാണ്ടയിലോ നിക്കരാഗോലോ ആയിരിക്കും. അല്ല, നീ എന്തോ വലിയ തമാശ പറയാനുണ്ടോ പറഞ്ഞിട്ട്? ഇത് തന്നെ തമാശ. ഇതായിരുന്ന തമാശ. കിടന്നുറങ്ങടാ മരുമാക്രി. ഗുഡ് നൈറ്റ്. എന്റെ മക്കളെ, എന്റെ മക്കളെ, കൈകൾ കുറച്ചുകൂടി മേലോട്ട് ഉയർത്തുക. എന്നിട്ട് മെല്ലെ മുന്നോട്ട് ചലിക്കുക. ദാ ഇങ്ങനെ. എന്റെ മക്കളെ, എന്റെ മക്കളെ, എന്റെ മക്കളെ, പൊക്കിൽ കൊടിയുടെ വേരറുത്ത്. പൊക്കിൾ കൊടിയുടെ വേരറുത്ത്. ആദ്യം അവരെന്നെ തോൽപ്പിച്ചു. ആദ്യം അവരെന്നെ തോൽപ്പിച്ചു. മുലക്കണ്ണുകളിൽ ചെന്നിനായകം പുരട്ടി. നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക്, നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക്, നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് എന്റെ മാതൃത്വത്തിന്റെ മധുരം നിഷേധിച്ച്. എന്റെ മാതൃത്വത്തിന്റെ മധുരം വീണ്ടും നിഷേധിച്ച്. അവരെന്നെ തോൽപ്പിച്ചു. വീണ്ടും അവരെന്നെ തോൽപ്പിച്ചു. ആ, ആ, ഇവിടെ അല്ല, അവിടെ. തോൽവികളേറ്റുവാങ്ങാനാണ് നിന്റെ ജന്മം. കണ്ണുനീർ കൊണ്ട് കാട്ടു. ആ, ഒന്നുകൂടി പറയൂ ഗേൾസ്. ഹലോ, കുടിക്കാനൊന്നുമില്ല? പെപ്സി, കോള, വലിക്കാനും കിട്ടിയില്ല. എത്ര നേരമായി പറഞ്ഞിട്ട്. സാറിനെ പോലെ പ്രശസ്തനായ ഒരു നാടകൃത്തും സംവിധായകനും സത്യനന്ദിക്കാടിന്റെ പുതിയ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതുന്ന സാറാ, അറിയോ? സാരമില്ല, കുട്ടികളല്ലേ. അജി, സാറിന് കുടിക്കാൻ സിഗരറ്റും. 555 വേണം. സാറിന്റെ ബ്രാൻഡ് അതാ.